പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നീടാ നവമൊരു പീഠമൊരുക്കീടാം. ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന് നവീകരണത്തിന് രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദൈവരഹസ്യ പരികർമ്മത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും പുകഴെന്നും ഞാൻ സകലേശാ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. അറിവോ ഞാൻ തലമുറ തലമുറയോടിന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ.
അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാദാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവനാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധനിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊതുവിധം എപ്പോഴും ഞങ്ങളുടെ കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 6, 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. നോഹയുടെ പെട്ടകം. ദൈവം നോഹയോട് അരുളി ചെയ്തു, ജീവജാലങ്ങളെയെല്ലാം നശിപ്പിക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. അവർ മൂലം ലോകം അധർമ്മം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭൂമിയോടുകൂടി അവരെ ഞാൻ നശിപ്പിക്കും. ഗോഫേർ മരം കൊണ്ട് നീ ഒരു പെട്ടകമുണ്ടാക്കുക. അതിൽ മുറികൾ തിരിക്കുക. അതിൻ്റെ അകത്തും പുറത്തും കീലു തേക്കണം. ഇങ്ങനെയാണ് അതുണ്ടാക്കേണ്ടത്. 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരം. മേൽക്കൂരയിൽ നിന്ന് 1 മുഴം താഴെ പെട്ടകത്തിനൊരു ജനലും വശത്തൊരു വാതിലും വയ്ക്കണം. താഴെയും മേലെയും നടുവിലുമായി 3 തട്ടായി വേണം പെട്ടകമുണ്ടാക്കാൻ. ഭൂതലത്തിലെല്ലാം ഞാനൊരു ജലപ്രളയം വരുത്താൻ പോകുന്നു. ആകാശത്തിന് കീഴെ ജീവശ്വാസമുള്ള എല്ലാ ജഡവും ഞാൻ നശിപ്പിക്കും. ഭൂമുഖത്തുള്ളതെല്ലാം നശിക്കും. എന്നാൽ നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും. നീ പെട്ടകത്തിൽ കയറണം. നിന്റെ കൂടെ നിന്റെ ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും. എല്ലാ ജീവജാലങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി ഈ 2 നീ പെട്ടകത്തിൽ കയറ്റി സൂക്ഷിക്കണം. എല്ലാ ഇനം പക്ഷികളും മൃഗങ്ങളും ഇഴജന്തുക്കളും സംരക്ഷിക്കപ്പെടേണ്ടതിന് ഈ 2 നിന്റെ കൂടെ വരട്ടെ. നിനക്കും അവയ്ക്കും ആഹാരത്തിന് വേണ്ടി എല്ലാത്തരം ഭക്ഷണവും ശേഖരിച്ചു വെക്കണം. ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു. ദൈവമായ കർത്താവിന് സ്തുതി. സർവജ്ഞനായ ഭരണകർത്താവിന്റെ ഭവനത്തിൽ വസിക്കുന്ന വിസ്മരീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊതുവിധം എപ്പോഴും ഞങ്ങളോട് കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ യാക്കോബിലേക്ക് എഴുതിയ ലേഖനം, അധ്യായം 4, 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകളിൽ നിന്നല്ലേ അവ ഉണ്ടാകുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു, എന്നാൽ നിങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നില്ല. നിങ്ങൾ വഴക്കിടുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു, നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല.
അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ്. വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു. എന്നാൽ തിരുവെഴുത്ത് വ്രത ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അവിടുന്ന് കൃപാവരം ചൊരിയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവത്തിന് വിധേയരായിരിക്കുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകന്നുകൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കും. പാപികളെ, നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവിൻ. സന്നിഗ്ധ മനസ്കരെ, നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കുവിൻ. ദുഃഖിക്കുകയും വിലപിക്കുകയും കരയുകയും ചെയ്യുവിൻ. നിങ്ങളുടെ ചിരി കരച്ചിലായും നിങ്ങളുടെ സന്തോഷം വിഷാദമായും മാറട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമിന്മനതാരി വന്നു നിറഞ്ഞു തൊടുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുമായി ഞാനതൊഴുക്കിടട്ടെ. മനോഗ്രഹപൂരിത കവിത തുലിക പോലിന്നാവിപ്പോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് സദാപുരം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടി, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 6:19 മുതലുള്ള തിരുവചനങ്ങൾ. യഥാർത്ഥ നിക്ഷേപം. ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും. കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇരിക്കാം. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗം 3 തലക്കെട്ടുകളോടുകൂടി 3 കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഒന്ന്, യഥാർത്ഥ നിക്ഷേപം. എവിടെയായിരിക്കണം എൻ്റെ യഥാർത്ഥ നിക്ഷേപം? അത് പറയുന്നു, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം. അപ്പോൾ കർത്താവ് വളരെ കൃത്യമായിട്ട് പറയുകയാണ്, നിങ്ങളുടെ നിക്ഷേപം
ഈ ഭൂമിയിലല്ല വേണ്ടത്, മറിച്ച് സ്വർഗത്തിലാണ് നിങ്ങൾ നിക്ഷേപം കരുതി വയ്ക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം പറയുന്നത് കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക് എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത് 2 യജമാനന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ ദൈവം എന്ന് പറയുന്ന യജമാനനെയും മാമോൻ എന്ന് പറയുന്ന യജമാനനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മാമോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അറമായ പദമാണ്. ആ അറമായ പദത്തിൻ്റെ അർത്ഥം, അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു സമ്പത്ത് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ ഒരു വ്യക്തിയായിട്ട് നമ്മൾ ചിത്രീകരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മാമോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിന് ഇംഗ്ലീഷ് പദം പറഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. അതായത് പേഴ്സോണിഫൈഡ് വെൽത്ത്, അതായത് സമ്പത്ത് എന്ന് പറയുന്ന ആ ഒരു സംഗതിയെ ഒരു വ്യക്തിയായിട്ട് ചിത്രീകരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ വിളിക്കുന്ന പേരാണ് മാമോൻ. അതൊരു അറമായ പദമാണ്. നമുക്ക് അങ്ങനെ ഒരു പദം സത്യത്തിലില്ല നമ്മുടെ മലയാള ഭാഷയിൽ. നമുക്ക് സമ്പത്തിനെ ഒരു വ്യക്തിയായിട്ട് ചിത്രീകരിക്കുന്ന ഒരു പദം അങ്ങനെ ഇല്ല. പക്ഷേ ഇവിടെ ഉണ്ട്, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് 2 യജമാനന്മാരെ സേവിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒന്നാമത് പറഞ്ഞ കാര്യവും രണ്ടാമത് പറഞ്ഞ കാര്യവും ഒരുപോലെ കാര്യങ്ങളാണ്, ഒരേ കാര്യം തന്നെ. അതായത് സമ്പത്തിനെ നമ്മൾ എങ്ങനെ കാണണം, നിക്ഷേപങ്ങളെ നമ്മളെങ്ങനെ കാണണം എന്നുള്ളത്. പക്ഷെ ഇതിൻ്റെ ഇടയിലുള്ള ഒരു കാര്യമുണ്ട്, കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും, അല്ലെങ്കിലോ മുഴുവൻ ഇരുണ്ടു പോകും. അപ്പോൾ എന്താണ് അത് വെക്കാനുള്ള കാരണം, ഇതിൻ്റെ ഇടയിൽ ചേർത്ത് വെക്കാൻ? ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഈ കണ്ണുണ്ടെങ്കിലേ കാഴ്ചയുണ്ടാകും. അപ്പോൾ ഈ കാഴ്ച എന്ന് പറയുന്നത് അതൊരു ക്വാളിറ്റിയാണ്, ഒരു ഗുണമാണ്. ഈ കാഴ്ച എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഒന്ന് നമുക്ക് ഭൗതികമായിട്ട് കാണാനും ഒന്ന് ആന്തരികമായിട്ട് കാണാനും. അപ്പോൾ ഇവിടെ ഭൗതികമായിട്ട് കാണുന്നതിനെ കുറിച്ച് കർത്താവോട് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, കണ്ണ് കുറ്റമറ്റതെങ്കിൽ നിങ്ങളുടെ ശരീരം മുഴുവൻ പ്രകാശിക്കും, ഇല്ല എങ്കിൽ നിങ്ങൾ ഇരുട്ടിലാകും എന്ന് പറയുമ്പോൾ അത് ഒരല്പം ആന്തരികമായിട്ടാണ് ഈശോ സംസാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ മുകളിലും താഴെയും പറഞ്ഞ 2 കാര്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ ഇടയിൽ ഈ കണ്ണിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ സമ്പത്തിനെക്കുറിച്ച്, നിക്ഷേപങ്ങളെക്കുറിച്ച് ഉള്ള കാഴ്ച, ഒരു ക്വാളിറ്റി, ഒരു തെളിമ നമുക്കുണ്ടാകണമെന്നാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ആഗ്രഹിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെയും അതുപോലെ വാട്സപ്പ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നിങ്ങൾ കണ്ടിരിക്കും, വയനാട് ദുരന്തത്തിൽ ഇങ്ങനെ തെരച്ചിലിനിടയിൽ ഒരു 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 അലമാരയിൽ നിന്ന് ഒരു കഷ്ണം പേപ്പർ കിട്ടി. ആ പേപ്പറിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്, ഒരു പരാതിയാണ്, പഞ്ചായത്തിൻ്റെ കൊടുക്കാനുള്ള ഒരു പരാതി. പഞ്ചായത്തിലാണെങ്കിൽ അതിൻ്റെ മേലുദ്യോഗസ്ഥർക്കാണോ കൊടുക്കണം, ഞാനത് ഓർക്കുന്നില്ല. അതിൻ്റെ പരാതി ഇങ്ങനെയാണ്, ഇത് അതിർത്തി തർക്കമാണ്, വഴി നടക്കാനുള്ള വഴി തരുന്നില്ല. അതൊരു വിധവയായ ഒരു സ്ത്രീ കൊടുത്തിട്ടുള്ള ഒരു പരാതിയാണ്. തൊട്ടടുത്തുള്ള വീട്ടുകാരൻ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള വ്യക്തിയാണ്, അത്യാവശ്യം പിടിപാടൊക്കെ ഉണ്ട്. ഞാൻ പലപ്പോഴും പല പ്രാവശ്യവും സമീപിച്ചിട്ടും അവരത് ചെയ്തു തരുന്നില്ല. മറ്റുള്ളവരൊക്കെ കൂട്ടാളികളായിട്ട് ഇങ്ങനെ നിൽക്കുന്നു, എനിക്ക് നീതി കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനുള്ള വഴി അവകാശത്തിന് വേണ്ടി ഒരു പരാതി എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ കണ്ടിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആ ഒരു സ്ഥലത്ത് എന്താണ് അവസ്ഥ? ഇനി മറ്റൊരു കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിങ്ങനെ മാളയിലൂടെ പോയപ്പോൾ നമുക്ക് പരിചയമുള്ളൊരു വക്കീലുണ്ട്. അപ്പോൾ ആ വക്കീലിനായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ വെറുതെ അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ എവിടെയാണ്? ചായപ്പൻകുടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അവിടെ. അപ്പോൾ കുറേ നാളായി, ഓക്കെ, ഇത്ര വർഷമായി. അപ്പോൾ പോണ്ടിച്ചേരിയിൽ നിന്ന് മാറി ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞതിൻ്റെ ഇടയിൽ കുറച്ച് പ്രായമുള്ളൊരു വക്കീലാണ്. അദ്ദേഹം പറഞ്ഞു, അച്ചോ, എനിക്കറിയാം ചായപ്പൻകുടിയൊക്കെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്ത് കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പലപ്പോഴും പല കേസുകളും അവിടെ നിന്ന് വന്നിട്ടുണ്ട്. ചായപ്പൻകുടി, പുളിങ്കര, ഈ മലയോര പ്രദേശമാണല്ലോ, അപ്പോൾ ഇവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ്? കൂടുതലും ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്ന്. നിങ്ങൾക്കറിയോ, നമുക്ക് ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ. മലയോര പ്രദേശങ്ങളിലാണല്ലോ ഏറ്റവും കൂടുതൽ കർഷക ഭൂമിയുള്ളത്, ഏറ്റവും കൂടുതൽ സ്ഥലമുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഭൂമി സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലം നമ്മുടെ ഈ മലയോര പ്രദേശം തന്നെയാണ്. ഇവിടെ ഞാൻ മലയോര പ്രദേശത്ത് ഇപ്പോൾ ഇത് 2ാമത്തെ ഒരു പള്ളിയാണ്. എനിക്കറിയാം എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത്.
ഈ മലയോര പ്രദേശങ്ങളിൽ നമ്മൾ താമസിക്കുമ്പോൾ നമുക്കൊരുപാട് സ്ഥലമുണ്ടെങ്കിലും നമ്മുടെയൊക്കെ ഏറ്റവും പ്രശ്നം അതിനൊരു വൈകാരികതയുണ്ട്. അതായത് നമ്മളിവിടെ കഷ്ടപ്പെട്ട് വെട്ടിപ്പിളിച്ച് മണ്ണ് അല്ലെങ്കിൽ പാട്ടത്തിനുള്ളെടുത്ത ഭൂമി അല്ലെങ്കിൽ പട്ടയഭൂമി കഷ്ടപ്പെട്ട് പണിയെടുത്ത് നമ്മൾ ഒരിഞ്ച് പോലും കളയാതെ സൂക്ഷിച്ചു വെക്കുമ്പോൾ അതിൽ നിന്ന് നഷ്ടപ്പെടുക അത് വേദനയുള്ള കാര്യം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഇത് ഇവിടുത്തെ കാര്യം മാത്രമല്ല. ഇപ്പം നമ്മൾ താമരശ്ശേരിയിലോ അല്ലെങ്കിൽ മാനന്തവാടിയിലോ അല്ലെങ്കിൽ ഇപ്പുറത്ത് തെക്കൻ ഭാഗങ്ങളിലോ ഒക്കെ നമ്മളിങ്ങനെ പലപ്പോഴും നമ്മൾ പല അച്ഛന്മാരും കേട്ട് നമ്മൾ ഇടപെടുമ്പോഴൊക്കെയും നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു കാര്യം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ഈ പ്രസിദ്ധമായ ഒരു മത്തായി ചേട്ടൻ്റെ ഒരു കഥയുണ്ട്. പ്രസിദ്ധമായ ഒരു മത്തായി ചേട്ടൻ്റെ കഥ. ആ കഥ ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ മരണപത്രം എഴുതി വച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതിങ്ങനെയാണ്. അതായത് മക്കൾക്ക് എഴുതി വച്ചിരിക്കുന്നു, മക്കളുടെ കാലശേഷം അത് എൻ്റെ കയ്യിൽ വന്നു ചേരും. മക്കളുടെ കാലശേഷം അത് എനിക്ക് അവകാശപ്പെട്ടതാണ്. ഒരു മത്തായി ചേട്ടൻ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരല്പം അതിശയോക്തി അതിലുണ്ടെങ്കിൽ തന്നെയും ചിലപ്പോൾ നമ്മുടെ ഒരു ചിന്താഗതി അതാണ്. നമുക്ക് ഈ ഒരു കാര്യത്തിൽ കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും പല വീടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോഴും അവിടെ മക്കളും മാതാപിതാക്കളും അതുപോലെ തന്നെ നമ്മുടെ വീട്ടുകാരും അയൽപ്പക്കക്കാരും സഹോദരങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അതുകൊണ്ട് എപ്പോഴും കാരണന്മാരോട് കൃത്യമായിട്ട് പറയാനുള്ളൊരു കാര്യമാണ്, നിങ്ങൾ മരിച്ചു പോയാൽ ദയവ് ചെയ്ത് നിങ്ങളുടെ മക്കളെ തമ്മിലടിപ്പിക്കരുത്. നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങളുടെ മക്കളെ തമ്മിലടിപ്പിക്കാതെ നോക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ മരിച്ചു കഴിയുന്നത് വരെ നിങ്ങളുടെ സ്വന്തമായി ഈ സ്ഥലവും ഈ വീടും സാഹചര്യങ്ങളും എല്ലാം നിങ്ങൾ അടക്കി വയ്ക്കാൻ പരിശ്രമിക്കരുത്. കാരണം മരണം എന്നത് കള്ളനെ പോലെ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക അവസരത്തിൽ ഇതെന്ത് ചെയ്യും? ആകെ പ്രശ്നമാകും. അപ്പം അതുകൊണ്ട് ഒരു മരണപത്രം എഴുതി വയ്ക്കൂ. ഇവിടെ ഇരിക്കുന്ന 60 വയസ്സിന് മുകളിലുള്ളവർ, വയസ്സൊന്നുമില്ല, കഥയൊന്നുമില്ല കേട്ടോ, എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും സംഭവിക്കാം. 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർ, മക്കളുടെയൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ളവർ എത്ര പേര് മരണപത്രം എഴുതി വെച്ചിട്ടുണ്ടാവും നമ്മുടെ ഇടവകയിൽ? ഇപ്പം ഇരിക്കുന്നവർ എത്ര പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന് കൈവക്കാമോ? ചുരുക്കമാണ്. ആരും അങ്ങനെ ചിന്തിക്കാറില്ല. കാരണം എന്തുകൊണ്ടാണ്? അതിന് ഇനി സമയമുണ്ടല്ലോ. മരണപത്രം എഴുതി വെച്ചത് കൊണ്ട് അതൊരിക്കലും അതൊരു പ്രശ്നമല്ല. അത് പിന്നീട് എപ്പോഴും തിരുത്താം, ഒരു വിഷയമില്ല. ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു കാര്യം കേട്ടു. മരണപത്രമൊക്കെ എഴുതി വെച്ചിരുന്നതാണ്. അത് ഈ മരുമകളുടെ അപ്പം മരുമകളോട് കൃത്യമായിട്ട് ഈ അപ്പൻ പറയുന്നുണ്ട് ഇന്ന കാര്യങ്ങൾ. അപ്പം മരുമകളുടെ ഭർത്താവ് അസുഖം മൂലം മരിച്ചുപോയി, അതായത് മകൻ, ഈ അപ്പച്ചൻ്റെ മകൻ. അപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട്, എടീ നീ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തോ, അപ്പോൾ ആ പെൺമക്കൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തോ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തോ, നീ അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്താൽ മതി, അപ്പോൾ അതൊക്കെ ശരിയാക്കി തരാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല, അത് മനസ്സിലാവുന്നില്ല. പക്ഷെ കുറച്ച് പോയപ്പോൾ മരുമകളുടെ തനി സ്വഭാവം പുറത്തു വരാൻ തുടങ്ങി. അപ്പനമ്മയ്ക്ക് ഒരു ടെൻഷനായി. കാരണം എന്താണ്? അത് ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്, പ്രായമാകുമ്പോൾ ഞങ്ങളെ നോക്കാൻ സാധ്യതയില്ല. അപ്പം ഈ ദിവസങ്ങളിൽ അത് തിരുത്തി എഴുതാൻ പോവുകയാണ്. അപ്പം അത് എന്നോട് ചോദിച്ചു, എനിക്ക് പരിചയമുള്ളൊരു ഫാമിലിയാണ്. അപ്പം എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉചിതമായ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക, ആർക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്, കൃത്യമായ ഒരു കാര്യം എഴുതി വയ്ക്കുക. മരണപത്രം വീട്ടിൽ അപ്പനുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു, എൻ്റെ വീട്ടിൽ. അപ്പം ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പം മരണപത്രം എഴുതി വെച്ചോ, അതുകൊണ്ടൊരു തടസ്സവുമില്ല. അപ്പോൾ അനിയൻ മിക്കവാറും നവംബറിൽ വരുന്നുണ്ട്. അപ്പോൾ അവൻ്റെ പിള്ളേരുടെ ആദ്യകുർബാന സ്വീകരണവുമായി ബന്ധപ്പെട്ട് അപ്പോൾ അവരോട് ഞങ്ങൾ ഓൾറെഡി ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞു ഫോണിലൂടെയൊക്കെ. അപ്പോൾ പെങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യം, അവന് കൊടുക്കേണ്ട കാര്യം, എനിക്ക് കൊടുക്കേണ്ട കാര്യം. ഞാൻ അവരോട് പറഞ്ഞു, ഇടാ എല്ലാം കഴിഞ്ഞ് എനിക്ക് കയറി ചെല്ലാൻ ഒരു സ്ഥലം വേണം കേട്ടോ, ഒരു വീട് വേണം കേട്ടോ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. കാരണം ഇന്നത്തെ കാലഘട്ടമാണ്, എപ്പോഴാണ് എങ്ങനെയാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് വീട്ടിലൊരു അവകാശം വെച്ചാൽ മതി അപ്പച്ച എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ.
കാരണം നമുക്ക് എത്ര പ്രായം ചെന്നാലും നമ്മുടെ സ്വന്തം വീട് പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പം ഞാൻ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ സഹോദരങ്ങൾ തമ്മിലും നമ്മുടെ ഭൂമി, നമ്മുടെ മാതാപിതാക്കളും മക്കളും തമ്മിലും, അതുപോലെ നമ്മുടെ അയൽപ്പക്കങ്ങൾ തമ്മിലും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടാണ്. അത് കൃത്യമായി നമ്മൾ കൈകാര്യം ചെയ്യാൻ പഠിച്ചില്ല എങ്കിൽ വലിയ ആപത്തിലേക്കും വലിയ പ്രശ്നങ്ങളിലേക്കും നമ്മൾ കടന്നു ചെല്ലും. അപ്പം അതുകൊണ്ട് ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ പിള്ളേരാണ് എങ്കിൽ നിങ്ങൾ മരണപത്രം എഴുതൂ. അത് പിന്നീട് എപ്പോഴും വേണമെങ്കിലും നമുക്ക് തിരുത്താം. ഇനി മരണപത്രത്തിന് എഴുതി വെച്ച് എപ്പോഴെങ്കിലും ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആധാരമായി തീരും. അതിനി അളക്കണമെന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു ജനറൽ നോളജ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ എന്നോട് ഇന്നലെ വിളിച്ച് ചോദിക്കാനുള്ള കാരണം ഇതാണ്. അതായത് അച്ചോ ഇതിങ്ങനെ അളക്കേണ്ടി വരുമോ? ഞാൻ പറഞ്ഞു ഒരു അളക്കലും വേണ്ട, ഒന്നും വേണ്ട, അളക്കേണ്ട കാര്യമില്ല. നിങ്ങളുള്ള സെൻറ്റ് സ്ഥലം എത്രയാണോ അത് നിങ്ങൾ ഇന്ന ആൾക്ക് ഇത്ര സെൻറ്റ് വീതം എഴുതി വയ്ക്കുക. അത് നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ അത് ആധാരമായി മാറും. ആധാരമായി മാറിക്കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് അത് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും, അത് വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ സ്നേഹമുള്ളവരെ, നമുക്ക് സന്തോഷമായിരിക്കണം. നമ്മൾ മരിച്ചു പോയാലും നമ്മുടെ മക്കൾ സന്തോഷമാരായിരിക്കണം. സന്തോഷത്തോടു കൂടി, സൗഹൃദത്തോടു കൂടി, കൂട്ടായ്മയിൽ വളരണം. അത് നമ്മൾ ചെയ്യേണ്ട കടമയാണ്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞ ഒരു മുന്നറിയിപ്പാണ്. നിങ്ങളുടെ നിക്ഷേപം ഈ ഭൂമിയിൽ കൂട്ടിവെക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അതുകൊണ്ട് ഒരിക്കലും വേണമെന്നല്ല, വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് നിക്ഷേപം വേണം. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടായാലും അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. പക്ഷെ നിക്ഷേപം കൊണ്ട് അത് മാത്രമല്ല നമ്മുടെ ശ്രദ്ധ, അത് മാത്രമായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. മറിച്ച് ഇപ്പുറത്ത് സ്വർഗീയമായ ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് സ്വർഗീയമായ ലക്ഷ്യം? സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും അയൽപ്പക്കങ്ങളും സന്തോഷത്തോടുകൂടി ജീവിക്കുക. അതാണ് സ്വർഗീയമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുക്കണമെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം. എന്താണ് കാഴ്ചപ്പാടുകൾ മാറേണ്ടത്? ഈ നിക്ഷേപങ്ങളെ കുറിച്ചിട്ടുള്ളൊരു കാഴ്ചപ്പാട്. അത് നമുക്ക് എപ്പോഴും കൈപ്പിടിയിൽ ഒതുക്കാനുള്ളതല്ല, മറിച്ച് അത് പങ്കുവെക്കാനുള്ളതാണ്. വേണ്ട രീതിയിൽ, വേണ്ട വിധത്തിൽ, വേണ്ട സമയത്ത്. അപ്പം അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയിൽ ഈ ഒരു തിരുവചന ഭാഗം തരുമ്പോൾ സമ്പത്തിനെക്കുറിച്ച് കർത്താവ് യഥാർത്ഥ കണ്ണോടുകൂടി കാണണമെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സമ്പത്തിനു വേണ്ടി നമ്മൾ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തെ ഒന്ന് സന്തുലിതാവസ്ഥയിൽ നിർത്താൻ, നമ്മുടെ മക്കളെ നല്ല സ്ഥിതിയിലേക്ക് എത്തിക്കാൻ. അത് നല്ലതാണ്, വേണം. പക്ഷെ അതൊരിക്കലും അസമാധാനത്തിൻ്റെ വിത്ത് പാകുന്ന ഒരു അവസ്ഥയായി മാറരുതേ എന്ന് ഈശോ ഇന്ന് തിരുവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് അതിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ ഇന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും പ്രേക്ഷിത ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സഭയോടൊത്ത് ചിന്തിക്കാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനുമുള്ള സന്മനസ് ദൈവജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യം വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്ലീഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവ വിളിക്കനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗസൗഭാഗ്യത്തിന് അർഹരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരും ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനി നിലവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുഗനാം അഖിലരുമൊന്നായി സന്നിധിയിൽ മാനവനിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും നീതിമാനായ മറിയൂസ് പിതാവിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹയുടെ ഓർമ്മയോടുകൂടെ വിജീവനിച്ച നീതിമാന്മാരുടെയും മകടും ചൂടി രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിലും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈംഗികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്കൊരു നിമിഷം സ്തോത്ര കാഴ്ചയ്ക്കായി ഒരുങ്ങി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഒന്ന് ചേർന്ന് നന്ദി പറയുന്നു. ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ പങ്ക് സ്തോത്ര കാഴ്ചയായിട്ട് നൽകുമ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അസുഖങ്ങളിൽ നിങ്ങൾ സംരക്ഷിക്കണമേ. പരിശുദ്ധമ്മേ, സകല വിശുദ്ധരെ, കാവലമാലാഖമാരെ, വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസ്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ
നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിലെ നാഥനായ ദൈവം തന്റെ ഭീഷണി നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവരഹസ്യങ്ങളിൽ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും നീ ഞങ്ങളെ യോഗ്യരാക്കുന്നുവല്ലോ. അങ്ങ് നൽകുന്ന ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളേവരെയും ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തന്മാർ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മധ്യസ്ഥം വഴി സമാധാനം സമ്മതമാകുന്നതിനു വേണ്ടി പ്രാർത്ഥന തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അപരാധനെ സഹാക്കിലെ യാക്കോബിന്റെ ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായയുക്തവുമാകുന്നു. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൗവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ഹോശാന ഹോശാന ഹോശാന. സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്തുതികളിൽ വാഴുന്ന ദൈവമേ, ഹോശാന ഹോശാന ഹോശാന. ബലവാനായി വാഴുന്ന സൃഷ്ടാവേ, ഹോശാന ഹോശാന ഹോശാന. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി
നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, മാർ ഫ്രാൻസിസ് പാപ്പാക്കും മാർ ആഫിൽ തട്ടിൽ ശ്രേഷ്ഠമെത്രാപൊലീതാക്കും മാർ ആൻഡ്രൂസ് മെത്രാപൊലീതാക്കും മാർ പൗളിമെത്രാനും പുരോഹിതന്മാർ ശംശാന മനസ്സമർപ്പിതൻ അൽമായ പരിശുദ്ധർ ഭരണകർത്താക്കൾ മേലധികാരികൾ സന്യസ്തർ വരി വിദ്യാർത്ഥികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശത്തിനും ദുഃഖിതരും ദരിദ്രനും പീഡിതനും രോഗികളും ആകുലരുമായ എല്ലാവർക്കും, ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും, രോഗികളായ ആശുപത്രികളും വീടുകളിലും കഴിയുന്നവർക്കും, മാർഗമായ സുഖങ്ങളാൽ വിഷമിക്കുന്നവർക്കും, വിദൂരസ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും, ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചവർക്കും, അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവശ്യത്തിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിന് മരിച്ചവരുടെ ഉയർപ്പിൽ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊരു വിധമനോട് ചെയ്തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രീതനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായി നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ
സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചും സഹോദരത്തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കളങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയനും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലോട്ടേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരി, സ്വർഗരാജ്യത്തുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവന് കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച്
ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട് നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികളും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവിതായവും ദൈവികമായ വചനങ്ങളുടെ മാത്രം ആസ്വദിക്കുവാനും മാലാക്കന്മാരുടെ കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദൈവരഹസ്യങ്ങൾ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെ അരുളിയ പോലിൻ നീ ബലിയിൽ പങ്കാളികളാ അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമിന്നും കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. ഉദ്ധിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കൃപകളെ സ്വസ്തി. നിങ്ങളിൽ സ്വീകരിച്ചുർവാന കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെയും മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.